ശിവായ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഇന്ന് നമ്മൾ പഠിച്ച പാഠം ലെസൺ 1 സച്ചായി. ഓക്കെ, സോ സച്ചായി മീൻസ് ട്രൂത്ത്, സത്യസന്ധത എന്ന് പറയും. സത്യസന്ധതയായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് മക്കൾ കേട്ടിട്ടും പഠിച്ചിട്ടും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ ലെസൺ എന്ന് പറയുന്നത് സച്ചായി ആണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 10 എടുക്കുക. അപ്പോൾ മിസ് ആദ്യം ഒന്ന് വായിച്ചു തരും, അത് ശ്രദ്ധിച്ച് കേൾക്കുക. ക്ലാസ് എടുക്കുമ്പോൾ മിസ് ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു തന്നത് തന്നെയാണ്. അത് ഒന്നുകൂടെ ചില ആൾക്കാർക്കൊന്നും ലൈവ് ക്ലാസ് കിട്ടുന്നില്ല, ബുദ്ധിമുട്ടുണ്ട് ക്ലാസ് കയറാൻ. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, सच्चाई. पेज नंबर 10. फिरोज नाम का एक बालक था. फिरोज नाम का एक बालक था. उसका परिवार गरीब था. पिता मर गए थे. घर में माँ और छोटी बहन थी. फिरोज घर घर दिया सलाई बेचकर जीवन बिताता था. वंस अगेन, फिरोज नाम का एक बालक था. उसका परिवार गरीब था. पिता मर गए थे. घर में माँ और छोटी बहन थी. फिरोज घर घर दिया सलाई बेचकर जीवन बिताता था. ഇനി ഇത്രയും ലൈൻസിൻ്റെ എക്സ്പ്ലനേഷൻ മിസ് പറഞ്ഞു തരാം. ഓക്കെ, ഫിറോസ് നാം കാ ഏക്ക് ബാലക് ഥ എന്ന് വെച്ചാൽ ദർ വാസ് എ ബോയ് നെയ്മഡ് ഫിറോസ്. ഓക്കെ, ഫിറോസ് എന്നു പേരായ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പണ്ട് ഒരു ഫിറോസ് എന്നു പേരായ ഒരു കുട്ടി ഒരിടത്ത് താമസിച്ചിരുന്നു. അതാണ് ഫിറോസ് നാം കാ ഏക്ക് ബാലക് ഥ. ദർ വാസ് എ ബോയ് നെയ്മഡ് ഫിറോസ്. ഉസ്കാ പരിവാർ ഗരീബ് ഥ. ഉസ്കാ പരിവാർ, പരിവാർ മീൻസ് ഫാമിലി. ഓക്കെ, പരിവാർ ഫാമിലി. ഗരീബ് മീൻസ് പുവർ, വെരി പുവർ. ഹിസ് ഫാമിലി വാസ് വെരി പുവർ. उसका परिवार गरीब था. ओके, हिज फैमिली वॉज पुअर. पिता मर गए थे. हिज फादर वॉज डेड. അപ്പോൾ അച്ഛൻ മരണപ്പെട്ടു. അപ്പോൾ ചെറിയ കുട്ടിയാണ്, അച്ഛനില്ല. അപ്പോൾ വീട്ടിലേക്ക് ആരും വരുമാനം ഒന്നും കൊണ്ടുവരാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ദരിദ്രരായി മാറിയത് അല്ലേ. പിതാ മർ ഗയേ थे. फादर वॉज डेड. हिज फादर वॉज डेड. घर में माँ और छोटी बहन थी. Then mother and younger sister were at home. घर में माँ और छोटी बहन थी. माँ means you knows माँ, अम्मा, no, mother. And छोटी बहन, छोटी means younger one, younger sister, बहन sister. घर में माँ और छोटी बहन थी. So mother and younger sister were at home. അപ്പോൾ അമ്മയും അനിയത്തിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫിറോസിൻ്റെ വീട്ടിൽ വേറെ ജോലി ചെയ്ത് സമ്പാദിച്ച് കൊണ്ടുവരാനുള്ള ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഫിറോസ് ഘർ ഘർ ദിയാ സലായി ബേച്ച്കർ ജീവൻ ബിതാത്താ ഥാ. അങ്ങനെ ഫിറോസ് ഘർ ഘർ മീൻസ് ഈച്ച് ആൻഡ് എവറി ഹോം എന്ന് പറയും. ആ ഏരിയയിലുള്ള എല്ലാ വീടുകളിലും ദിയാസലായി ബേച്ച്കർ. ദിയാസലായി യുനോ, ദിയാസലായി മാച്ച് ബോക്സ്. ഓക്കെ, തീപ്പെട്ടിയില്ലേ നമ്മൾ വിളക്ക് കത്തിക്കാനും അടുപ്പ് കത്തിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത്, മാച്ച്. അതാണ്, മാച്ചസിനാണ് ദിയാസലായി എന്ന് പറയുന്നത്. ഓക്കെ, മാച്ചസ് ഓർ മാച്ച് ബോക്സ്. സോ ഫിറോസ് ഘർ ഘർ ദിയാസലായി ബേച്ച്കർ ജീവൻ ബിതാത്താ ഥാ. സോ what he was doing, Firoz used to make a living by selling gadget matches.
അല്ലേ? മാച്ച് ബോക്സ് കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ തീപ്പെട്ടി വിറ്റിട്ടാണ് അവൻ ജീവിച്ചിരുന്നത്. അവൻ്റെ വീട്ടിലെ അമ്മയെയും സിസ്റ്ററിനെയും ഒക്കെ പോറ്റിയിരുന്നത്. ഓക്കെ, ചെറിയ കുട്ടിയായ ഫിറോസ് ആയിരുന്നു. വൺസ് അഗെയിൻ, ഫിറോസ് നാം കാ ഏക് ബാലക് ഥാ. ഫിറോസ് എന്നു പേരായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ബാലക് എന്ന് പറഞ്ഞാൽ എ ബോയ്, അല്ലേ? ആൺകുട്ടി ഉണ്ടായിരുന്നു. ഉസ്കാ പരിവാർ ഗരീബ് ഥാ. അവൻ്റെ ഫാമിലി എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ടതായിരുന്നു. പിതാ മർ ഗയേ ഥേ. ഹിസ് ഫാദർ വാസ് ഡെഡ്. ഘർ മേ മാ ഔർ ഛോട്ടി ബഹൻ ഥി. വീട്ടിൽ അവൻ്റെ അമ്മയും ചെറിയ സഹോദരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫിറോസ് ഘർ ഘർ ദിയാ സലായി ബേച്ച് കർ ജീവൻ ബിതാത്താ ഥാ. അപ്പോൾ വീടുകൾ തോറും തീപ്പെട്ടി വിറ്റിട്ടാണ് അവൻ ജീവിച്ചിരുന്നത്. ओके, नेक्स्ट, एक दिन दिया सलाई बेचने के लिए फिरोज एक ठाकुर के बंगले गया. एक दिन दिया सलाई बेचने के लिए फिरोज एक ठाकुर के बंगले गया. वन डे, एक दिन, ले वन डे, फिरोज, where did he go? Firoz went to a ഠാക്കൂർസ് ബംഗ്ലാ ടു സെൽ മാച്ചസ്. അപ്പോൾ ബംഗ്ലാ മീൻസ് ബംഗ്ലാവ്, വലിയ വീടാണ് അല്ലേ? ബംഗ്ലാവ് എന്ന് പറയും, ബംഗ്ലാവ്. സോ ഏക് ദിൻ ദിയാ സലായി ബേച്ചനെ കെ ലിയെ ഫിറോസ് ഏക് ഠാക്കൂർ കെ ബംഗ്ലേ ഗയാ. ഒരു ഠാക്കൂറിൻ്റെ വീട്ടിൽ, വലിയ പണക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ ഫിറോസ് മാച്ച് ബോക്സ് വിൽക്കാൻ വേണ്ടി പോവുകയാണ് ചെയ്യുന്നത്. ഠാക്കൂർ കി പത്നിനെ ദിയാ സലായി ഖരീദി. അങ്ങനെ ഈ ഠാക്കൂറിൻ്റെ വൈഫ്, ഭാര്യ, അവൻ്റെ അടുത്തുനിന്ന് മാച്ചസ് വാങ്ങിച്ചു. ഓക്കെ, ഖരീദി മീൻസ് ഷീ ബോട്ട്, അല്ലേ? ഖരീദി, ദിയാ സലായി ഖരീദി. ഓക്കെ, ഇത്രയും മക്കൾക്ക് മനസ്സിലായല്ലോ. വൺസ് അഗെയിൻ, सेकेंड पैराग्राफ. एक दिन दिया सलाई बेचने के लिए फिरोज एक ठाकुर के बंगले गया. One day Firoz went to a ठाकुर्स bungalow to sell matches. ഒരു ദിവസം അവൻ ഠാക്കൂറിൻ്റെ വീട്ടിൽ ഈ മാച്ച് ബോക്സ് അല്ലെങ്കിൽ തീപ്പെട്ടി വിൽക്കാൻ പോയി. ഠാക്കൂർസ് വൈഫ് ബോട്ട് എ മാച്ച് ബോക്സ്, അല്ലേ? അവർ ഒരു മാച്ച് ബോക്സ് അവൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു, പൈസ കൊടുത്ത് വാങ്ങിച്ചു. അപ്പോൾ ആദ്യത്തെ ദിവസമാണ് മക്കൾ ഇത്രയും വായിച്ച് തന്നത്ര. ദിസ് മച്ച് യു ഹാവ് ടു റീഡ് പ്രോപ്പർ. അപ്പോൾ എല്ലാ ദിവസവും എവറി ഡേ യു ഹാവ് ടു സ്റ്റഡി അഗെയിൻ. സോ വിച്ച് ലെസൺ is taking, you have to read that lesson. Okay, सच्चाई. Once again I will read, you have to listen and you have to read. सच्चाई. फिरोज नाम का एक बालक था. उसका परिवार गरीब था. पिता मर गए थे. घर में माँ और छोटी बहन थी. फिरोज घर घर दिया सलाई बेचकर जीवन बिताता था. एक दिन दिया सलाई बेचने के लिए फिरोज एक ठाकुर के बंगले गया. ठाकुर की पत्नी ने दिया सलाई खरीदी. ओके, सो lines, 5 lines. No, 5 lines നന്നായി വായിച്ച് പഠിക്കണം. All of you should read this much to one paragraph full and another 2 lines also. Okay, diya salai kharidi, that much you have to read properly. Read 5 times. Okay, Namah Shivaya. So again, this many lines you have to read, then I am going to give you meanings of these lines. Okay, so that meanings also you should write in your notebook. You have to study that. മക്കൾ ആ മീനിങ്സ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കണം. ഓക്കെ, ഏതൊക്കെയാണ് മീനിങ്സ്? സച്ചായി ലെസൺ മീനിങ്സ്. സച്ചായി
ट्रूथ, परिवार फैमिली, गरीब पुअर, मर गया डेड, छोटी बहन यंगर सिस्टर, दिया सलाई मैच बॉक्स, खरीदी बॉट, ചുട്ടേ പൈസേ ഖരീദി ബോട്ട്. ഇത്ര വരെ മക്കൾ പഠിച്ചാൽ മതി. അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ്സ് പഠിപ്പിച്ചു തരുന്നതാണ്. ഓക്കെ. ഓം നമഃ ശിവായ.